നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം ആര് ഭരിക്കും? മെയ് 4 വോട്ടെണ്ണലിനായി കാത്തിരിക്കുകയാണ് നമ്മൾ. UDF പ്രത്യേകിച്ച് കോൺഗ്രസ് അമിതമായ ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് ആര് മുഖ്യമന്ത്രിയാവണം എന്ന തർക്കം അവർക്കിടയിൽ ഇപ്പോൾ രൂക്ഷമായതും. ഭരണം ഉറപ്പിച്ചു എന്ന നിലയിലാണ് അവരുടെ ഓരോ നീക്കങ്ങൾ. മന്ത്രിസഭ രൂപീകരണത്തെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ തന്നെ തുടക്കമിട്ടു. ആകെ അറിയേണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണോ അതോ രമേശ് ചെന്നിത്തലയാണോ ഇനി KC വേണുഗോപാലാണോ മുഖ്യമന്ത്രിയാവുക എന്ന് മാത്രം. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പരസ്യ ചർച്ചകൾ ഹൈക്കമാൻഡ് വിലക്കി. മറുവശത്ത് ആ ചർച്ചകൾ ആർക്കും ഗുണകരമാവില്ല എന്ന് ഈ ത്രിമൂർത്തികളും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ തന്നെ അവരുടെ അനുയായികളോട് പറഞ്ഞു തൽക്കാലം നാവടക്കാൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ KC വേണുഗോപാലിന് വേണ്ടി വലിയ ക്യാമ്പയിനാണ് സമൂഹ മാധ്യമങ്ങളിൽ തുടക്കമിട്ടത്. ഇതോടെ VD ക്യാമ്പ് ഉണർന്നു. KC ഗ്രൂപ്പിന്റെ ക്യാമ്പയിനുകൾ തകർത്തുകൊണ്ട് VD ഗ്രൂപ്പ് രംഗത്തെത്തിയതോടെ ജനങ്ങൾ ആകെ ഇടറി. 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ് VD സതീശന്റെ പ്രഖ്യാപനം. അല്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്നൊക്കെ സതീശൻ തട്ടിവിട്ടു. ഇവിടെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ചാനലുകളൊക്കെ നടത്തിയ അഭിപ്രായ സർവേയുടെ റിസൾട്ട് ഒന്ന് പരിശോധിക്കേണ്ടത്. വോട്ടെടുപ്പിന് മുൻപ് കേരളത്തിലെ മിക്ക ചാനലുകളും പ്രവചിച്ചത് LDFന്റെ തുടർഭരണം വരുമെന്ന്. അത് കേട്ട് പാവം ജനം മാത്രം അന്തം വിട്ടു. മനോരമ ന്യൂസിന്റെ സർവേയിൽ UDF ഭരണം പിടിക്കുമെന്നവർ പറഞ്ഞു. എന്നാൽ മാതൃഭൂമി, ന്യൂസ് മലയാളം, റിപ്പോർട്ടർ TV എന്നിവരൊക്കെ LDFന്റെ തുടർഭരണമാണ് പ്രവചിച്ചത്. ന്യൂസ് 18 ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊന്നും പറഞ്ഞു വെച്ചു. എങ്കിലും LDFന് തന്നെയാണ് അവർ മുൻതൂക്കം നൽകിയത്. എന്നാൽ പോളിംഗ് കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം എല്ലാം തകിടം മറിയുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പാവം വോട്ടർമാർ മാത്രം മാനം നോക്കി നിന്നു. ഇപ്പോൾ പുറത്തു വരുന്നത് വോട്ടിങ്ങിന് തൊട്ടു പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പരക്കെ ചോർത്തുവെന്നാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തീരാനുണ്ട്. ആ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ കഴിയൂ. അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ എടുത്തിരിക്കുന്ന കമ്പനികൾ തങ്ങളുടെ റിസൾട്ടുകൾ പെട്ടിയിലാക്കി കാത്തിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ പിടിപാടുണ്ട്, പ്രത്യേകിച്ച് വലിയ കമ്പനികളുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുമായി. അവരിൽ നിന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായി UDF നേതാക്കൾ മനസ്സിലാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചുള്ള വിവരം LDF നേതാക്കൾക്കും കിട്ടിയത്രേ. അതുകൊണ്ടാണിപ്പോൾ LDF വലിയ അവകാശവാദങ്ങൾക്കൊന്നും മുതിരാത്തത്. കേവലം ചില സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് മാത്രം LDF നേതാക്കൾ പറയുന്നു. മറുവശത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ വോട്ടെണ്ണൽ കഴിഞ്ഞതിൽ പിന്നെ കേരളത്തിൽ മാധ്യമപ്രവർത്തകർ കണ്ടിട്ടേയില്ല. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വിജയസാധ്യത എന്നുവരെ ഇപ്പോൾ UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മിക്ക ജില്ലകളിലും തങ്ങൾ ആധിപത്യം നേടുമെന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ വലിയ ആത്മവിശ്വാസത്തോടെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായി ശരിയാവണമെന്നില്ല. 2021 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് അമിത ആത്മവിശ്വാസം അപകടമാണ് എന്ന് LDF നേതാക്കൾ UDF നേതാക്കളെ ഓർമ്മപ്പെടുത്തുന്നു. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു ദിശാസൂചി LDFന് അനുകൂലമായിരുന്നു. അതുകൊണ്ട് നമുക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏറെക്കുറെ ശരിയായി എന്നൊക്കെ വേണമെങ്കിൽ വിവക്ഷിക്കാം. അന്ന് മിക്ക എക്സിറ്റ് പോളുകളും LDF തന്നെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. LDFന് ഏറ്റവും വലിയ വിജയം പ്രഖ്യാപിച്ചത് ആക്സിസ് മൈ ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ ആയിരുന്നു. LDF 104 മുതൽ 120 സീറ്റുകൾ വരെ നേടുമെന്ന് അവർ പ്രഖ്യാപിച്ചു. അത് കേട്ട് കേരളം അന്തം വിട്ടു. പക്ഷെ കിട്ടിയത് 99, ഏകദേശം അടുത്തു വന്നു എന്ന് വേണമെങ്കിൽ അവർക്ക് ആശ്വസിക്കാം. ടുഡേ ചാണക്യ പറഞ്ഞത് 93 മുതൽ 111 സീറ്റുകൾ വരെ, UDFന് 36 മുതൽ 44 സീറ്റുകൾ വരെ. റിപ്പബ്ലിക് TV LDFന് 72 മുതൽ 80 സീറ്റുകൾ വരെ പ്രവചിച്ചു. UDF 58 മുതൽ 64 വരെ നേടുമെന്നാണ് റിപ്പബ്ലിക് TV പറഞ്ഞത്. എന്നാൽ മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ LDFന് 68 തൊട്ട് 78 സീറ്റുകളും UDFന് 59 മുതൽ 70 സീറ്റുകളും നൽകി ഏതാണ്ട് ബലാബലം ഉറപ്പിച്ചു. അത്തരമൊരു അവസ്ഥയിലാണ് LDF 99 സീറ്റിൽ വിജയിച്ചത്. അതുകൊണ്ടാണ് ഇക്കുറി UDF വിജയിക്കുമെന്ന് മനോരമ പറഞ്ഞപ്പോഴും ആളുകൾ അത്ര കണ്ടങ്ങ് വിശ്വസിക്കാതിരുന്നത്. ടൈംസ് നൗ സീ വോട്ടർ LDFന് 74 സീറ്റുകളും UDFന് 65 സീറ്റുകളും പ്രവചിച്ചു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പലപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റിയിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ എക്സിറ്റ് പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി.
അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നായിരുന്നു അന്ന് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. ഫലം വന്നപ്പോൾ തലകുത്തനെ മറിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA അധികാരം നേടി. 2021 പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ BJPയും തൃണമൂൽ കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. പലരും BJP മുന്നിലെത്തുമെന്നും പ്രവചിച്ചു. എന്നാൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുന്നതാണ് നമ്മൾ കണ്ടത്. 2015 ബീഹാർ തെരഞ്ഞെടുപ്പിലും എക്സിറ്റ് പോളുകാർക്ക് അടിപതറി. എല്ലാവരും BJP വരുമെന്നായിരുന്നു അന്ന് പ്രവചിച്ചത്. എന്നാൽ ലാലു പ്രസാദ് യാദവിന്റെ RJDയും നിതീഷ് കുമാറിന്റെ JDയും ഉൾപ്പെട്ട മഹാസഖ്യം അധികാരത്തിലെത്തി. 2024 ലോക്സഭ എക്സിറ്റ് പോളുകൾ ഒന്ന് പരിശോധിക്കാം. NDA സഖ്യം 350 മുതൽ 400 വരെ സീറ്റുകൾ നേടി വൻ വിജയം കൊയ്യുമെന്നായിരുന്നു മിക്ക എക്സിറ്റ് പോളുകളും. എന്നാൽ യഥാർത്ഥത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും ലഭിക്കുന്നില്ല. NDA സഖ്യം 293 സീറ്റുകളിലേക്ക് ചുരുങ്ങി. 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടക്കുമെന്നും 10 വർഷത്തെ BJP ഭരണത്തിന് അന്ത്യം കുറിച്ച് കോൺഗ്രസ് വൻ വിജയം നേടുമെന്നും എക്സിറ്റ് പോളുകാർ പ്രവചിച്ചു. എന്നാൽ BJP അവിടെ 3ാം തവണയും അധികാരത്തിലേറി. ലക്ഷക്കണക്കിന് വോട്ടർമാരുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ചെറിയൊരു ശതമാനം ആളുകളിൽ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ പലപ്പോഴും അത് കൃത്യമായിരിക്കണമെന്നില്ല. UDF നേതാക്കൾ വിജയം ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് സമ്മതിക്കാം. മറുവശത്ത് പാർട്ടി ഘടകങ്ങൾ നൽകുന്ന കണക്കാണ്. മിക്കവാറും ഇത് ശരിയാകാറില്ല. എന്നാൽ എക്സിറ്റ് പോളുകൾ കേവലം ഒരു സൂചന നമുക്ക് നൽകുന്നു. അവയെ അന്തിമ ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ മിക്കവാറും വലിയ പാളിച്ചകൾ സംഭവിക്കുമെങ്കിലും ഈ സൂചന ആര് ഭരണത്തിലേറും എന്നതിൻ്റെ ഒരു ദിശാസൂചിയായി മാറും. അവസാന വോട്ടെടുപ്പ് കഴിയുന്ന ഏപ്രിൽ 29 എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും. അതുവരെ പൊതുജനങ്ങൾക്ക് കാത്തിരിക്കാം. മറുവശത്ത് അധികാരത്തിലേറാൻ ആഗ്രഹിക്കുന്നവർ ചില സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കട്ടെ. മന്ത്രിയാവുന്നതും കൊടിവെച്ച കാറിൽ കേരളത്തിൽ പറക്കുന്നതുമൊക്കെ പലരുടെയും സ്വപ്നമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഏപ്രിൽ 29 എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതോടെ വലിയൊരു ഭൂകമ്പത്തിന് വേദിയാകും കേരളം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയാവും ഭൂകമ്പം പൊട്ടിപ്പുറപ്പെടുക. 3 മുഖ്യമന്ത്രി മോഹികൾ കേരളത്തിൽ ഇപ്പോഴും തങ്ങളുടെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. 29 വരെ കടിച്ചു പിടിച്ചു നിൽക്കും. പിന്നെ എല്ലാം അടപടലം പൊട്ടും. ആരാവണം മുഖ്യമന്ത്രി എന്നതാവും അപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. UDF തന്നെ വലിയ തരംഗം സൃഷ്ടിച്ച കേരളത്തിൽ അധികാരത്തിലേറുമെന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾക്ക്. മറുവശത്ത് LDF നേതാക്കൾ പറയുന്നത് കരഞ്ഞു വീഴുകയെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ തുടരുമെന്ന്. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.